ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മിസ്ല വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിതാ ഈ ബാംഗ്ലൂരേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കുട്ടീസിൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു കഷ്ടപ്പാടാണ്. കാരണം കുറച്ചൊക്കെ റൂമിൽ അവിടെ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ കുറച്ച് കൂടുതൽ കരുതി. ഈ 1 വീക്ക് ആയാലും ഈ 1 മന്ത് ആയാലും ഒക്കെ നമുക്കിതാ ഇവരെ ഡ്രസ്സ് ഒരുപാട് വേണം. കാരണം അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചിട്ട് ഓരോ ഡ്രസ്സുകളായിരിക്കും ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ കുറച്ച് കൂടുതൽ കരുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ പോയി നോക്കുമ്പോൾ വലിയമ്മച്ചും ഉമ്മച്ചും വേറെ ഓരോ പ്രിപ്പറേഷൻസില്ല. അതുപോലെ മോനിക്ക് എന്തെല്ലാം കൊണ്ടുപോകണം ഞാൻ എന്നുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാ ഈ അരിപ്പൊടിയൊക്കെ വറുത്ത് വെച്ചത് ഉണ്ടാക്കുന്ന തിരക്കിലാണ് വലിയമ്മച്ചി. അതിന് മധുരം നോക്കലും അതിന് വേണ്ട തേങ്ങയൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തേങ്ങ ചെരുവാനൊന്നും വലിയമ്മച്ചിക്ക് ആവില്ല. പിന്നെ ഇതാ അവരുടേതായ ഒരു ടേസ്റ്റിൽ ഈ ട്രഡീഷണൽ ഐറ്റം ഒക്കെ ഉണ്ടാക്കി നമ്മൾക്ക് ഈ ഗൾഫിലൊക്കെ പോകുന്നവരിലൊക്കെ മാതിരി കൊടുത്ത് വിടുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ. കാരണം ഞാനും ഇതുപോലെ തന്നെ ഈ ഐറ്റംസൊക്കെ ഇനിയിപ്പോൾ അവിടെ എത്തിക്കേണ്ടേ എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. ബസ്സിലാണ് പോകുന്നെങ്കിലും ഐറ്റം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ലഗേജിൽ പോകും. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, നമ്മൾ കയ്യിലൊന്നും പിടിക്കേണ്ട, ബസ്സിൻ്റെ ഉള്ളിലേക്കൊന്നും കയറ്റേണ്ട. അപ്പോൾ ഫുഡൊക്കെ ഞാൻ വേറെ തന്നെ അതിന് വേണ്ടിയിട്ടൊരു ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അതെല്ലാം കൂടി മിക്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് വേറെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചക്ക കൊണ്ടുപോകാനുണ്ട്, നല്ല പഴുത്ത ചക്ക കുറച്ച് ബോക്സിലാക്കി എടുക്കണം. പിന്നെ ഇതാ വലിയമ്മച്ചി നെയ്യപ്പത്തിൻ്റെ പണിയിലാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ പ്രാവശ്യത്തെ നെയ്യപ്പത്തിൻ്റെ പണി ഫുള്ളും വലിയമ്മച്ചിക്കാണ് കേട്ടോ. അതിൻ്റെ എല്ലാ മാവും ഒക്കെ സെറ്റാക്കിയത് വലിയമ്മച്ച. കഴിഞ്ഞ പ്രാവശ്യം മൊത്തം ഉമ്മച്ചിക്കേനെ അതിൻ്റെ ക്രെഡിറ്റ്, ഇപ്രാവശ്യം വലിയമ്മച്ചയാണ്. കാരണം നല്ല അടിപൊളിയായിട്ട് നെയ്യപ്പം ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല സന്തോഷം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ് അത് വലിയമ്മച്ചിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഇപ്പം തന്നെ ഉണ്ടാക്കുക, കുട്ടികളൊക്കെ ഓരോന്നും കഴിക്കുക. പിന്നെ ഞാൻ ഓഫീസിലേക്ക് 2-3 എണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ നമ്മളൊന്നിച്ച് നിൽക്കല്ലേ. അപ്പോൾ ഞാനിതാ ചൂടോടെ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നപ്പോൾ വേഗം ഫൈമക്കും 2-3 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വലിയമ്മച്ചി എണ്ണയൊക്കെ വെച്ച് മൊത്തം വായൻ്റെ ഇലയിലൊക്കെ കെട്ടി ഇതാ നമ്മൾ സെറ്റാക്കി ഉമ്മച്ചി അതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇൻസുലേഷൻ കൊണ്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇതാ റെഡി ആവാൻ നിൽക്കാൻ കേട്ടോ. ഹൈസ പിന്നെ പൗഡർ ലേശം കൂടുതൽ ഇടുന്ന ടീമാണ്. ഞാനിട്ട് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ അങ്ങനത്തെ കുട്ടീസും എല്ലാവരും വന്നിട്ട് നമ്മളിതാ അഷ്ബക്കിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വണ്ടിയായിട്ട് അഷ്ബക്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ലഗേജൊക്കെ ഇനി വണ്ടിയിലേക്ക് ആക്കണം. കാരണം ട്രോളിയും അത്ര ബാഗൊന്നുമില്ല, ട്രോളിയും ഒരു ബാഗും പിന്നെ മിഷുപ്പി ഫുഡ് ഒക്കെ ബാഗിൽ വെച്ച ഒരു ബാഗും ഉള്ളൂ. അങ്ങനെ എല്ലാവരോടും ടാറ്റാബായി ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇങ്ങനെ ട്രാവൽ ടൈമാണ്. കാരണം പുതിയങ്ങാടി എത്തണം. പുതിയങ്ങാടി നിന്നാണ് നമുക്ക് ബസ്. പൊതുവേ ഞാൻ അടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നാണ് കേട്ടോ കയറാറ്. SKS ആണ്. ഏകദേശം 9:10 ബസ്. അപ്പോൾ അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ മിഷുപ്പി ഫോണിലാണ്, ഉമ്മൻ്റെ ഫോണിലാണ് കേട്ടോ. അതപ്പോൾ ഉമ്മ ഞങ്ങളെ കൂടെ എന്നെ ബസ് കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അഷ്ബക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചുവപ്പും കറുപ്പിലാണെങ്കിൽ ഇപ്രാവശ്യം ഞാൻ മഞ്ഞയും കറുപ്പിലാണ് കേട്ടോ. പൊതുവേ ഞാനിപ്പോൾ 10 വർഷമായി ബാംഗ്ലൂരേക്ക് നിഷാക്കാൻ്റെ കൂടെ ആയാലും അല്ലെങ്കിലും ഒറ്റക്കൊക്കെ പോകുന്നത് SKS തന്നെ കേട്ടോ. അതിൽ 2 പ്രാവശ്യം മാത്രമാണ് നമ്മൾ കർണാടക RTC പിന്നെ ഐരാവതിയിൽ പോയത്. അത് രാവിലത്തെ ബസ് ആയതുകൊണ്ടാണ് അതിൽ. അല്ലാതെ എനിക്ക് കംഫർട്ടബിൾ എപ്പോഴും SKS ആണ് കേട്ടോ. ട്രാവലിനും എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്നത് മാതിരിയാണ് അതിൽ കണ്ടക്ടറായാലും ഡ്രൈവറായാലും അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ പിന്നെയും നമ്മൾ അതിൽ തന്നെ കയറാൻ പിന്നെ ഇഷ്ടം തോന്നും. അങ്ങനെ ഇതാ ഏകദേശം ഒരു 3 മണിയായപ്പോഴാണ് നമ്മളതാ എവിടെയാണെന്ന് എനിക്കറിയില്ല ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കേണ്ടവർക്കൊക്കെ ചായ കുടിക്കാൻ, വാഷ്റൂം യൂസ് ചെയ്യേണ്ടവർക്കൊക്കെ അങ്ങനെ പോകുന്നത്. അങ്ങനെ മിഷുപ്പി കിടക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങിപ്പോയതുകൊണ്ട് ഏകദേശം 3 മണിയായപ്പോൾ ഞാൻ വിളിച്ചു നടത്തി ഞങ്ങൾ നേരെ വാഷ്റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ അവിടുന്ന് ഒരു കോഫി കുടിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ മിഷുപ്പി ഉറക്കത്തിൻ്റെ ഇതിലായതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വെറുതെ വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് കുടിച്ചില്ല. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി തിരിച്ചങ്ങനെ എല്ലാ ബസ്സും ഒരുവിധം ബസ്സുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരും ചായ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉറക്കത്തിൻ്റെ ഇതിലായതുകൊണ്ട് ഞാനും വാഷ്റൂമിലൊക്കെ പോയി ഞങ്ങൾ തിരിച്ച് നേരെ വേഗം ബസ്സിലേക്ക് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. ഹൈസ് നല്ല ഉറക്കം. നമ്മൾ ഇറങ്ങിയതും പോയതൊന്നും അറിഞ്ഞില്ല. ഞാൻ ജസ്റ്റ് ഡ്രൈവറോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞനകത്തുണ്ട് എന്നിട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളി. അവരെപ്പോഴും നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ മോള് ഉണ്ടായതിൻ്റെ പേരിൽ അങ്ങനെ ഇതാക്കിയിട്ടാണ് കേട്ടോ. നല്ല സപ്പോർട്ടാണ്. പൊതുവേ ബസ് അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ കയറി ഇരുന്ന് നമ്മൾ കംഫർട്ടബിൾ ആയി എന്നുള്ളൊരു മെസ്സേജ് ഓലിക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഓല് ബസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇതാ പിന്നെ ഏകദേശം രാവിലെ 5 മണിയായപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ 5:45-6 മണിയാവാനോടടുത്ത് നമ്മൾ സാറ്റലൈറ്റിൽ എത്തിയിട്ടുണ്ടായിനെ. അവരോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ സാറ്റലൈറ്റ് അല്ലേന്നും പറഞ്ഞിട്ട് അവരെന്നെ അങ്ങോട്ട്
എന്നോട് വിളിച്ചുണർത്താ ചെയ്തത്. പിന്നെ നിഷാക്ക വന്ന് ലഗേജൊക്കെ ആയിട്ട് കയറി പോവുകയാണ്. നമ്മൾ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഇനി നേരെ റൂമിലേക്കുള്ളൊരു പ്രയാണം കേട്ടോ. രാത്രി നമ്മൾ ബസ് കയറി രാവിലെ എത്തുമ്പോൾ വേറൊരു നാട്ടിൽ എന്ന് പറയുമ്പോൾ എന്തോ പെട്ടെന്നൊരു ഷോക്കായ മാതിരിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മളിവിടെ രാജാജി നഗറിലാണ് കേട്ടോ. റൂം ഇവിടെ രാജാജി നഗറിലാണ്, കുറച്ച് നന്ദിനി ലേഔട്ട് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി ലഗേജൊക്കെ ആയിട്ട് ഈ റൂമിലേക്കാണ്. അങ്ങനെ നേരെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. റൂമൊക്കെ മൊത്തത്തിൽ ഡസ്റ്റ് പിടിച്ച് നടക്കുക. എന്തായാലും ആണുങ്ങളെല്ലാം ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വന്ന് മൊത്തത്തിൽ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ എനിക്കൊരു ഭാഗത്തിരിക്കാൻ തോന്നിയത്. കാരണം മൊത്തത്തിൽ റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര പൊടിയും അകവും മൊത്തം കിച്ചണൊക്കെ അലങ്കോലായി കിടക്കാനും ഞാനങ്ങനെ വന്ന് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുളിച്ചൊന്ന് ഓക്കെ ആയത് കേട്ടോ. നമ്മൾ എന്തായാലും രാവിലെ എണീറ്റ് വരല്ലേ. പിന്നെ അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി. ഹൈസൊക്കെ മാറ്റി മേലൊക്കെ കഴുകി സെറ്റായി. വിഷുപ്പിത മേലൊക്കെ കഴുകാൻ വേണ്ടി റെഡിയാണ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ബാഗിലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഷെൽഫ് കയറ്റണം.